ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ സ്കൂളിലെ കോറിഡോറിലൂടെ നടന്നു പോകുന്നു, എന്നാൽ ഒരാൾ പോലും നിങ്ങളെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല. ക്ലാസ്സിൽ വരുന്നു, ബെഞ്ചിലിരുന്ന് പാഠങ്ങൾ കേൾക്കുന്നു, വൈകുന്നേരം ആരും ശ്രദ്ധിക്കാതെ ഇറങ്ങിപ്പോകുന്നു. ഒരു സാധാരണ മുഖം മാത്രമായി നിങ്ങൾ മാറുന്നു. സ്കൂൾ ലൈഫിലെ ഏറ്റവും മനോഹരമായ വർഷങ്ങൾ ഒരു കണക്ഷനുമില്ലാതെ, ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ അവസാനിച്ചു പോകുമോ എന്ന് നിങ്ങൾക്ക് ഭയമില്ലേ? എന്നാൽ അതേസമയം ചില സ്റ്റുഡൻസ് ഉണ്ട്. അവർ ക്ലാസ്സിലേക്ക് നടന്നു വരുമ്പോൾ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് ആകർഷിക്കപ്പെടും. ബാക്കിയുള്ളവർ അവരോട് സംസാരിക്കാൻ ഏതെങ്കിലും ഒരു അവസരം തിരഞ്ഞുകൊണ്ടിരിക്കും. അവർ വലിയ സൂപ്പർ മോഡലുകളോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ വല്ല മാന്ത്രിക വിളക്കോ ഉള്ളതുകൊണ്ടല്ല ഇത്. അപ്പോൾ പിന്നെ മറ്റുള്ളവർക്കില്ലാത്ത എന്താണ് അവരിലുള്ളത്? ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് പെട്ടെന്ന് ആളെ ആകർഷിക്കാനുള്ള വെറും കുറഞ്ഞ ട്രിക്കുകളല്ല, പകരം പ്യുവർ ഹ്യൂമൻ സൈക്കോളജിയാണ്. സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ ഏറ്റവും അട്രാക്റ്റീവായ വ്യക്തിയായി നിങ്ങളെ മാറ്റുന്ന പവർഫുൾ സൈക്കോളജിക്കൽ ഹാക്കുകൾ. ഒരു മുന്നറിയിപ്പ്: അടുത്ത 3 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിർത്താൻ പോകുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിർത്തിക്കോളൂ. കാരണം പകുതി അറിവ് നിങ്ങളെ അട്രാക്റ്റീവാക്കില്ല, മറിച്ച് ഒരു ഡെസ്പറേറ്റ് ആയ ആളാക്കി മാറ്റും. എന്നാൽ നിങ്ങൾ അവസാനം വരെ കാണുകയാണെങ്കിൽ വീഡിയോയുടെ എൻഡിൽ ഞാനൊരു ഡാർക്ക് സൈക്കോളജി സീക്രട്ട് പറഞ്ഞുതരാം. അതിനുശേഷം ക്ലാസ്സിലെ എല്ലാവരും നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കും. 1. ദി ഓറ ഓഫ് അൺഅവൈലബിലിറ്റി. ഇക്കണോമിക്സിൽ ലളിതമായൊരു നിയമമുണ്ട്: ക്ഷാമം മൂല്യം കൂട്ടുന്നു, സ്കേഴ്സിറ്റി ഇൻക്രീസസ് വാല്യൂ. അതായത്, എന്തിനാണോ സപ്ലൈ കൂടുതൽ, അതിന്റെ മൂല്യം കുറയും. ഈ ഒരു തെറ്റാണ് നിങ്ങൾ സ്കൂളിൽ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആണ്. ആര് വിളിച്ചാലും ഓടിച്ചെല്ലുന്നു, ആര് മെസ്സേജ് അയച്ചാലും 0.5 സെക്കൻഡിൽ റീപ്ലൈ കൊടുക്കുന്നു. നിങ്ങളെന്താ 24 അവേഴ്സ് പ്രവർത്തിക്കുന്ന കസ്റ്റമർ കെയർ ആണോ? അല്ലല്ലോ. നിങ്ങളുടെ അവൈലബിലിറ്റി കുറയ്ക്കുമ്പോൾ ആളുകളിൽ ഒരു ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഉണ്ടാകുന്നു. നിങ്ങളുടെ ലൈഫിലും പഠനത്തിലും ലക്ഷ്യങ്ങളിലും നിങ്ങൾ ബിസിയാകൂ. ആളുകൾക്ക് നിങ്ങളുടെ സമയം ലഭിക്കാൻ അവർ പരിശ്രമിക്കട്ടെ. നിങ്ങൾ എല്ലാ സദസ്സിലും എപ്പോഴും പ്രത്യക്ഷപ്പെടാതിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രസൻസിന് സ്വയം മൂല്യം കൂടും. 2. അതോറിറ്റേറ്റീവ് ബോഡി ലാംഗ്വേജ്. എന്നാൽ വെറുതെ അപ്രത്യക്ഷനായാൽ മാത്രം കാര്യമില്ല. ആളുകളുടെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ശരീരഭാഷയിൽ ആ ആത്മവിശ്വാസവും അധികാരവും ഉണ്ടാകണം. നിങ്ങൾ ഒരു വാക്ക് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ ആളുകൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ശരീരഭാഷയാണ്. റോൾ ഓഫ് സ്പേസ്. നിങ്ങൾ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും സങ്കോചിച്ച് ഒതുങ്ങിയിരിക്കരുത്. വിശാലമായും കംഫർട്ടബിളായും ഇരിക്കുക. ഒതുങ്ങിയിരിക്കുന്നത് ആത്മവിശ്വാസക്കുറവിന്റെ ലക്ഷണമാണ്. 3 സെക്കൻഡ് ഐ കോണ്ടാക്ട്. ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക. കുറഞ്ഞത് 3 സെക്കൻഡെങ്കിലും സോളിഡ് ഐ കോണ്ടാക്ട് നിലനിർത്തുക. ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ താഴേക്ക് മാറ്റുന്നത് ആത്മവിശ്വാസക്കുറവിലെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വർക്കൗട്ടും പേഴ്സണാലിറ്റിയും അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരു ബിഗ് ഓഫർ: 3999 രൂപ വിലമതിക്കുന്ന അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് എന്ന കംപ്ലീറ്റ് കോഴ്സും 3999 രൂപ വിലമതിക്കുന്ന ഫീമെയിൽ സൈക്കോളജി ഡീകോഡഡ് ദി മാസ്റ്റർ ക്ലാസ് എന്ന സ്പെഷ്യൽ കോഴ്സും ഇപ്പോൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ലഭിക്കും. അതും വെറും 179 രൂപയുടെ നമ്മുടെ യൂട്യൂബ് ചാനൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ. ഇത് മാത്രമല്ല, ചാനൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ നമ്മുടെ എക്സ്ക്ലൂസീവ് പ്ലേലിസ്റ്റുകളായ ലുക്സ് മാക്സിംഗ്, നിങ്ങളുടെ ലുക്കും അട്രാക്ഷനും വർദ്ധിപ്പിക്കാൻ; ഡാർക്ക് സൈക്കോളജി, മനുഷ്യ മനഃശാസ്ത്രവും മൈൻഡ് ഗെയിമുകളും മനസ്സിലാക്കാൻ; ഹൈലി വാല്യൂഡ് ബുക്ക് സമ്മറീസ് ഇൻ മലയാളം, ലോകോത്തര പുസ്തകങ്ങളുടെ മലയാളം സമ്മറികൾ തുടങ്ങിയവയിലേക്കും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആക്സസ് ലഭിക്കുന്നതായിരിക്കും. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. 3. ദി എക്കോ ഇഫക്റ്റ്. ബോഡി ലാംഗ്വേജ് ശരിയാക്കി സ്വന്തം വാല്യൂ കൂട്ടിയാൽ അടുത്ത സ്റ്റെപ്പ് ആളുകളോട് എങ്ങനെ സംസാരിക്കണമെന്നതാണ്. ഇവിടെയാണ് 99% സ്റ്റുഡൻസും പരാജയപ്പെടുന്നത്. അട്രാക്റ്റീവായ ആളുകൾ ഒരിക്കലും സ്വന്തം കഴിവുകളെക്കുറിച്ച് സ്വയം പുകഴ്ത്തി സംസാരിക്കാറില്ല. അവർ ഉപയോഗിക്കുന്നത് ദി എക്കോ ഇഫക്റ്റ് ആണ്. മനുഷ്യ മനഃശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ സത്യം എന്തെന്നാൽ, ഓരോ വ്യക്തിക്കും തങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ചോദ്യം ചെയ്യൽ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പോലെ പെരുമാറരുത്. പകരം അവർ പറയുന്ന വാചകത്തിന്റെ അവസാന ഭാഗം പിടിച്ച് ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങൾ ചോദിക്കുക. ഉദാഹരണത്തിന്, അവർ പറയുകയാണ്, എനിക്ക് വീക്കെൻഡിൽ സ്കെച്ചിങ് ചെയ്യാൻ ഇഷ്ടമാണ് എന്ന്. ഉടനെ ഓ എനിക്കും ഇഷ്ടമാണ് എന്ന് പറയരുത്. പകരം, സ്കെച്ചിങ് അത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, നീ ഏത് തരത്തിലുള്ള ആർട്ട് വർക്കുകളാണ് ചെയ്യാറുള്ളത് എന്ന് ചോദിക്കുക. നിങ്ങൾ ആളുകൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ അവരുടെ ബ്രെയിനിൽ ഡോപ്പമീൻ റിലീസ് ചെയ്യപ്പെടുകയും അവർ അറിയാതെ തന്നെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും. 4. ചേസിംഗ് ഒഴിവാക്കുക. നിങ്ങളുടെ മൊത്തം ഇംപ്രഷനെയും 1 സെക്കൻഡ് കൊണ്ട് നശിപ്പിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ് ആളുകളുടെ പുറകെ നടക്കുക എന്നത്. ചേസിംഗ്. സൈക്കോളജിയുടെ കടുത്തൊരു നിയമമുണ്ട്:
നിങ്ങൾ എന്തിന്റെ പുറകെയാണോ ഓടുന്നത് അത് നിങ്ങളിൽ നിന്ന് കൂടുതൽ അകന്നുപോകും. അത് ആളുകളായാലും പ്രശസ്തിയായാലും അംഗീകാരങ്ങളായാലും. നിങ്ങൾ ആളുകളുടെ പുറകെ ഓടുന്ന ആളാകരുത്. പകരം ഒരു കാന്തമായി മാറണം. കാന്തമാകാനുള്ള വഴി കിടക്കുന്നത് നിങ്ങളുടെ സ്വയം മെച്ചപ്പെടുത്തലിലാണ്. നിങ്ങൾ സ്വന്തം ജീവിതത്തിലെ ഹീറോ അല്ലെങ്കിൽ നിങ്ങളിൽ എടുത്തു പറയാൻ ഒരു പാഷനോ സ്കില്ലോ വിഷനോ ഇല്ലെങ്കിൽ മറ്റുള്ളവർ എന്തിന് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടണം? വെറും നല്ല വസ്ത്രങ്ങൾ കൊണ്ടുണ്ടാകുന്ന അട്രാക്ഷൻ 2 ദിവസം കൊണ്ട് അവസാനിക്കും. നിങ്ങളുടെ നോളജ് വർദ്ധിപ്പിക്കുമ്പോഴും ഏതെങ്കിലും ഒരു സ്പോർട്സിലോ സ്കില്ലിലോ മികച്ചതാകുമ്പോഴും മാത്രമാണ് പെർമനന്റായ അട്രാക്ഷൻ ഉണ്ടാകുന്നത്. 5. ദ വാലിഡേഷൻ വാക്യൂം ഡാർക്ക് സീക്രട്ട്. ഇനി ഞാൻ വാഗ്ദാനം ചെയ്ത ആ ഡാർക്ക് സൈക്കോളജി സീക്രട്ടിലേക്ക് വരാം. ഇതിനെയാണ് ദ വാലിഡേഷൻ വാക്യൂം എന്ന് വിളിക്കുന്നത്. സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ എല്ലാവരും പ്രശംസയ്ക്ക് വിശപ്പുള്ളവരാണ്. തങ്ങളെ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ എന്നെല്ലാവരും ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും മാറ്റി നിർത്തി നിങ്ങൾ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിക്ക് മാത്രം വളരെ സ്പെസിഫിക്കും ജെന്യുവിനുമായ ഒരു കോംപ്ലിമെന്റ് നൽകുക. അത് അവർക്ക് വലിയൊരു സന്തോഷം നൽകും. എന്നാൽ ഇതിലെ ട്വിസ്റ്റ് എന്തെന്നാൽ, കോംപ്ലിമെന്റ് നൽകിയ ശേഷം നിങ്ങൾ വീണ്ടും അവരുടെ പുറകെ പോകരുത്. സാധാരണ രീതിയിലേക്ക് തിരികെ വരിക. ഇത് അവരുടെ മനസ്സിൽ ഒരു വാക്യൂം അഥവാ ശൂന്യത സൃഷ്ടിക്കും. ഇയാൾ എന്നെ ഇത്രയും പ്രശംസിച്ചിട്ടും എന്തുകൊണ്ടാണ് എന്റെ പുറകെ വരാത്തത് എന്നവർ ചിന്തിക്കാൻ തുടങ്ങും. ഈ ഒരു ചിന്തയാണ് അവരെ നിങ്ങളിലേക്ക് അടുക്കാൻ നിർബന്ധിതരാക്കുന്നത്. ഓർക്കുക, സ്കൂളോ കോളേജോ വെറുതെ എക്സാം പാസ്സാകാൻ വേണ്ടിയുള്ളതല്ല. അത് നിങ്ങളുടെ പേഴ്സണാലിറ്റി രൂപപ്പെടുത്തിയെടുക്കുന്ന ലാബാണ്. ഇന്ന് നിങ്ങൾ വളർത്തിയെടുക്കുന്ന ഹാബിറ്റ്സും കോൺഫിഡൻസും നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ കൂടെയുണ്ടാകും. ഇതിനകം തന്നെ 500-ലധികം ചാനൽ അംഗങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചേർന്നുകയും തങ്ങളുടെ ഫിറ്റ്നസ് ആൻഡ് പേഴ്സണാലിറ്റി ജേർണി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വെറും 179 രൂപയ്ക്ക് ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യൂ. അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ്, ഫീമെയിൽ സൈക്കോളജി ഡീകോഡഡ് എന്നീ മാസ്റ്റർ ക്ലാസുകളും മറ്റു പ്രീമിയം കോഴ്സ് പ്ലേലിസ്റ്റുകളും സ്വന്തമാക്കൂ. ഇന്നു മുതൽ ഒരു ഇൻവിസിബിൾ സ്റ്റുഡന്റിൽ നിന്ന് ആളുകളെ ആകർഷിക്കുന്ന ഒരു ലീഡറായി മാറാൻ നിങ്ങൾ തയ്യാറാണോ? ആണെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കമന്റിൽ ഐ ആം മാഗ്നറ്റിക് എന്ന് ടൈപ്പ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ഷാർപ്പ്, സ്റ്റേ അട്രാക്റ്റീവ്.